ഏതൊരു അഭിമുഖത്തിലും ദിലീപ് തന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ച് ഒരു വരിയെങ്കിലും സംസാരിക്കാറുണ്ട്. മകളോടുള്ള തന്റെ അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും ആ വാക്കുകളിൽ കേൾക്കാം. അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അഭിമുഖത്തിലും ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ പോലും വ്യക്തമാണ്. ഒരിക്കൽ രമേശ് പിഷാരടിയും ആയുള്ള സംഭാഷണത്തിന്റെ ഇടയിലാണ് മകളുടെ രസകരമായ ഒരു നിമിഷത്തെക്കുറിച്ച് ദിലീപ് സംസാരിക്കുന്നത്. ബിന്ദു പണിക്കരുടെ മകളും മീനാക്ഷിയും എല്ലാം ഒരേ സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അന്ന് നൃത്തം അവതരിപ്പിക്കാൻ പോയ മീനാക്ഷിയുടെ കാര്യമാണ് ദിലീപ് സംസാരിക്കുന്നത്. ആദ്യം നൃത്തം ചെയ്യാൻ വേണ്ടി മീനാക്ഷിയെ ഒരു സൈഡിൽ കൊണ്ടുപോയി നിർത്തിയെന്നും എന്നാൽ ഇത് അത്ര ഇഷ്ടപ്പെടാത്ത മീനാക്ഷി അച്ഛൻ്റെ ഉപദേശത്തോടെ അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതോടെ സൈഡിൽ നിന്ന് മീനാക്ഷി നടുവിലായി. എന്നാൽ അതോടെ ആൾക്ക് പേടിയായി എന്നും ദിലീപ് പറഞ്ഞു. അച്ഛനൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ, എന്തോരം കളികളാണ് നടത്തുന്നത്. ശ്രീ പരമേശ്വരനെ മനസ്സിൽ വിചാരിച്ച് നേരിട്ട് ഇറങ്ങിക്കോ എന്നാണ് ദിലീപ് നൽകിയ ഉപദേശം. എന്നാൽ അച്ഛൻ ചെയ്യുന്നത് സിനിമയാണ്, എഡിറ്റ് ചെയ്യാം, ഇത് സ്റ്റേജാണ് എന്ന് മീനാക്ഷി പറഞ്ഞെന്നും ദിലീപ് പറയുന്നു. മുമ്പും മകളുടെ വളർച്ചയെക്കുറിച്ച് ദിലീപ് വാചാലനായിട്ടുണ്ട്. ഭയങ്കര പാവം മോളാണ്, അധികം സംസാരിക്കില്ല, പരാതി ഒന്നുമില്ല. തൻ്റെ വിഷമഘട്ടത്തിലായിരുന്ന സമയത്തും പഠിച്ചു മിടുക്കിയായി ഡോക്ടറായി മകളെന്നും അഭിമാനത്തോടെ ദിലീപ് പറഞ്ഞു. +2 പരീക്ഷയുടെ സമയത്തായിരുന്നു പലവിധ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ അവസ്ഥയിലും മകൾ നന്നായി പഠിച്ചു, MBBSന് ചേർന്നു. ഇപ്പോൾ ഡോക്ടറാണ്, വീട്ടിലെ സ്ഥിര വരുമാനമുള്ള ആളാണ് എന്നൊക്കെ സ്ഥിരം ശൈലിയിൽ ദിലീപ് പറയുന്നു.